നമസ്കാരം. എൻ്റെ പേര് റിജി ടി, സീനിയർ ഇൻസ്ട്രക്ടർ MMV ഗവൺമെൻറ് IT മലമ്പുഴ. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് എമിഷൻ കൺട്രോൾ സിസ്റ്റം പാർട്ട് 1-ൽ എന്തൊക്കെയാണ് എമിഷൻ എഫക്ട്സ് എന്നുള്ളതും നെസസിറ്റി ഓഫ് എമിഷൻ കൺട്രോൾ ഇൻ വെഹിക്കിൾസ് എന്താണെന്നും എങ്ങനെയാണ് ഒരു വെഹിക്കിൾ എമിഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യവും, അതേപോലെ BS6 ആൻഡ് പ്രീവിയസ് എമിഷൻ നോംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ ക്ലാസ്സിൽ പാർട്ട് 2 നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എയർ ഇഞ്ചക്ഷൻ എന്താണെന്ന്, ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം, ഓക്സിജൻ സെൻസർ, കാറ്റലിറ്റിക് കൺവെർട്ടർ, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ അല്ലെങ്കിൽ EGR, ഓൺബോർഡ് റീഫ്യൂവലിംഗ് വേപ്പർ റിക്കവറി അഥവാ ORVR, എവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം അഥവാ EVAP, സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ SCR, AD Blue ഓർ DEF അഥവാ DEF എന്ന് പറഞ്ഞാൽ ഡീസൽ എക്സോസ്റ്റ് ഫ്യൂൽ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എമിഷൻ കൺട്രോൾ സിസ്റ്റം. Emission control system in automobiles means employed to limit the discharge of noxious gases from internal combustion engine. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകങ്ങളെ എങ്ങനെയാണ് പൊല്യൂട്ടർ അല്ലാതാക്കുക എന്നതാണ് ഒരു എമിഷൻ കൺട്രോൾ സിസ്റ്റം ചെയ്യേണ്ട ജോലി. The hydrocarbons, carbon monoxide and oxides of nitrogen are created during the combustion process and are emitted into the atmosphere from the tailpipe of exhaust system. എക്സോസ്റ്റ് സിസ്റ്റത്തിലെ ടെയിൽ പൈപ്പിൽ കൂടി ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോകാർബൺസ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ തുടങ്ങിയ വാതകങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത്. Some of the more popular emission control devices ഇൻസ്റ്റാൾഡ് ഓൺ ദ ഓട്ടോമൊബൈൽ ആർ, വാഹനങ്ങളിൽ സാധാരണയായിട്ട് എമിഷൻ കൺട്രോൾ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിവൈസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എയർ പമ്പ്, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ വാൽവ് അഥവാ PCV വാൽവ്, O2 സെൻസർ അഥവാ ഓക്സിജൻ സെൻസർ, കാറ്റലിറ്റിക് കൺവെർട്ടർ, EGR വാൽവ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റഡ് വാൽവ്, ചാർക്കോൾ കാനിസ്റ്റർ തുടങ്ങിയ ഡിവൈസസ് ആണ് സാധാരണയായിട്ട് എമിഷൻ കൺട്രോൾ സിസ്റ്റമായിട്ട് വാഹനങ്ങളിൽ കാണപ്പെടുന്ന ഡിവൈസസ് എന്ന് പറയുന്നത്. എന്താണ് എയർ ഇഞ്ചക്ഷൻ എന്ന് നോക്കാം. വൺ ഓഫ് ദ ഫസ്റ്റ് ഡെവലപ്ഡ് എക്സോസ്റ്റ് എമിഷൻ കൺട്രോൾ സിസ്റ്റം ഈസ് സെക്കൻഡറി എയർ ഇഞ്ചക്ഷൻ. വളരെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണ് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം. ഒറിജിനലി ദി സിസ്റ്റം വാസ് യൂസ്ഡ് ടു ഇഞ്ചക്ട് എയർ ഇൻ ടു ദ എൻജിൻസ് എക്സോസ്റ്റ് പോർട്ട് ടു പ്രൊവൈഡ് ഓക്സിജൻ. അതായത് എൻജിൻ എക്സോസ്റ്റ് പോർട്ടിലേക്ക് എയറിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അൺബേൺഡായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി ബേൺഡായിട്ടോ വരുന്ന ഹൈഡ്രോകാർബൺസ് അഥവാ ഫ്യൂൽ, കത്താതെ വരുന്ന ബാലൻസ് ഓഫ് ഫ്യൂൽ ഉണ്ടെങ്കിൽ, ഹൈഡ്രോകാർബൺസ് ഉണ്ടെങ്കിൽ എക്സോസ്റ്റ് പുകയിൽ കൂടി അൺബേൺഡായിട്ട് വരുന്ന ഗ്യാസസിനെ വീണ്ടും കത്തിക്കുകയും ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന എയറിൻ്റെ സഹായത്താൽ വീണ്ടും ഓക്സിജൻ ലഭിക്കുന്നതിൻ്റെ ഫലമായിട്ട് കത്തുകയും ആൻഡ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് അൺബേൺഡ് ഹൈഡ്രോകാർബൺ എമിറ്റഡ് ഫ്രം ദ ടെയിൽ പൈപ്പ്. അതായത് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്ന ഒരു നോക്സിയസ് ആയിട്ടുള്ള ഗ്യാസ് എഞ്ചിനിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെ വരാൻ സാധ്യത എക്സോസ്റ്റ് ഗ്യാസിൽ കൂടെ ആയതുകൊണ്ട് അതിനെ വീണ്ടും ബേണിംഗ് നടത്തി ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലൂടെ എമിഷൻ കൺട്രോൾ ചെയ്തിരുന്നത്. ഇത് വളരെ നേരത്തെ ചെയ്തിരുന്നൊരു സിസ്റ്റമായിരുന്നു. Crank case ventilation system. Purpose of positive crank case ventilation system is to reduce air pollution. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പർപ്പസ് എയർ പൊല്യൂഷൻ കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. 1960s പോസിറ്റീവ് crank case ventilation was invented. This is now considered the beginning of automobile emission control. ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമായിട്ടും ആദ്യമായിട്ടുള്ളൊരു എമിഷൻ കൺട്രോൾ സിസ്റ്റമായിട്ടും കണക്കാക്കുന്നത് ഈ ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റത്തിനെയാണ്. Positive crank case ventilation is a system that was developed to remove harmful vapors due to blow-by from the engine crank case and prevent those vapors from being expelled into the atmosphere.
എൻജിൻ ക്രാങ്ക് കേസിനകത്തേക്ക് എത്തപ്പെടാൻ സാധ്യതയുള്ള ഹാംഫുള്ളായ വേപ്പേഴ്സ്, ദാറ്റ് മീൻസ് ഹൈഡ്രോ കാർബൺസ്. അതെങ്ങനെയാണ്? ഡ്യൂ ടു ബ്ലോ ബൈ. ബ്ലോ ബൈ എന്ന് പറഞ്ഞാൽ കമ്പഷൻ ചേമ്പറിൽ നിന്നും എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടർ വാളിനും പിസ്റ്റൺ റിങ്ങിനും ഇടയിൽ കൂടെ എൻജിൻ ക്രാങ്ക് കേസിനകത്തേക്ക് എത്തുന്ന ചോർന്നു പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബ്ലോ ബൈ എന്ന് പറയുന്നത്. കംപ്രഷൻ സ്ട്രോക്ക് സമയത്ത്, കംപ്രഷൻ നടക്കുന്ന സമയത്ത് കമ്പഷൻ ചേമ്പറിൽ നിന്നും ക്രാങ്ക് കേസിനകത്തേക്ക്, താഴെയുള്ള ക്രാങ്ക് കേസിനകത്തേക്ക് പിസ്റ്റൺ റിങ്ങിനും സിലിണ്ടർ വാളിനും ഇടയിൽ കൂടെ എയർ ഫ്യൂൽ മിക്സർ ഡ്രെയിൻ ചെയ്തു പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബ്ലോ ബൈ. ഇങ്ങനെ ബ്ലോ ബൈ മുഖാന്തരം ക്രാങ്ക് കേസിനകത്ത് നിന്ന് എത്തിച്ചേരുന്ന ഹൈഡ്രോ കാർബൺസ് അത് ക്രാങ്ക് കേസിനകത്ത് വെൻറ്റ് ഹോളിൽ കൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓപ്പൺ വെൻറ്റ് ഹോളായിരുന്നു ആദ്യം കൊടുത്തത്, വെന്റിലേഷനാണ് കൊടുത്തിരുന്നത്. അത് പിന്നീട് ക്ലോസ്ഡ് സിസ്റ്റമായി. ക്ലോസ്ഡ് സിസ്റ്റം വന്നപ്പോഴാണ് പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. PCV സിസ്റ്റം does this by using manifold vacuum to draw vapors from the crankcase into the intake manifold through the PCV valve. ഇതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്നും ക്രാങ്ക് കേസിനകത്തേക്ക് ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ സർക്യൂട്ടിലാണ് നമ്മൾ PCV വാൽവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് ക്രാങ്ക് കേസിനകത്ത് ബ്ലോ ബൈ ഗ്യാസസ് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻജിൻ മാനിഫോൾഡ് വേഗം വലിച്ചെടുക്കുകയും അത് എൻജിനകത്തേക്ക് പോയിട്ട് ബേൺ ചെയ്ത് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ക്രാങ്ക് കേസിൽ നിന്നും അതിൻ്റെ ബ്രീത്തറിൽ കൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ടായിരുന്ന അൺബേൺഡ് ഗ്യാസസിനെ എൻജിനിലേക്ക് വീണ്ടും റീസൈക്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. When the engine is idling, the air pressure in the intake manifold is lower than the air pressure in the crankcase. അതായത് നമുക്കറിയാം എൻജിൻ മാനിഫോൾഡ് വേഗം, എൻജിൻ്റെ സ്പീഡ് ലോ ആണെങ്കിൽ മാനിഫോൾഡ് വേഗം ഹൈ ആയിരിക്കും. അതായത് ഐഡ്ലിംഗ് സമയത്ത് എൻജിൻ്റെ സ്പീഡ് കുറവാണ്, പക്ഷേ മാനിഫോൾഡ് വേഗം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം ആൾമോസ്റ്റ് ക്ലോസ്ഡ് പൊസിഷൻ, ത്രോട്ടിൽ വാൽവ് ആൾമോസ്റ്റ് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എൻജിൻ മാനിഫോൾഡ് വേഗം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് എയറിനെ സക്ക് ചെയ്യുന്നതിന് ത്രോട്ടിൽ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആ ഭാഗത്ത് മാനിഫോൾഡ് വേഗം വളരെ കൂടുതലായിരിക്കും. ഈ ഭാഗത്തു നിന്നാണ് സാധാരണ ക്രാങ്ക് കേസിനകത്തേക്കൊരു സർക്യൂട്ട് എടുത്തിരിക്കുന്നത്. ഈ പോകുന്ന സർക്യൂട്ടിലാണ് നമ്മൾ PCV വാൽവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻജിൻ ലോ സ്പീഡിൽ ഐഡ്ലിംഗ് റൺ ചെയ്യുന്ന സമയത്ത് എൻജിൻ മാനിഫോൾഡ് വേഗം ഈസ് ഹൈ. ദാറ്റ് മീൻസ് ക്രാങ്ക് കേസിനകത്തു നിന്നും ഈ മാനിഫോൾഡ് വേഗം PCV വാൽവിൽ കൂടെ പോയിട്ട് ഗ്യാസസിനെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് സക്ക് ചെയ്യുന്നു. ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ക്രാങ്ക് കേസ് എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ഒരു ആരോ മാർക്ക്, യെല്ലോ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്നു. ഇതാണ് ഒരു ഐഡ്ലിംഗ് സമയത്തുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ക്രാങ്ക് കേസിൻ്റെ എൻഡ് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്, ഫിഗറിൽ ഒരു ആരോ മാർക്ക് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരെ പോകുന്നു. ഇതിനകത്താണ് നമ്മൾ സാധാരണയായിട്ട് PCV വാൽവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടിപ്പിക്കൽ PCV വാൽവ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡിൽ ഐഡ്ലിംഗ് സമയത്ത് ഹൈ മാനിഫോൾഡ് വാക്വം അത് PCV വാൽവിൽ കൂടെ കയറി നേരെ ക്രാങ്ക് കേസിനകത്ത് എത്തുകയും ക്രാങ്ക് കേസിനകത്ത് നിന്ന് ഫ്യൂംസിനെ വലിച്ച് എൻജിൻ മാനിഫോൾഡിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദ എൻജിൻ സ്പീഡ് അപ്പ്, ദ എയർ പ്രഷർ ഇൻ ദ ഇൻടേക്ക് മാനിഫോൾഡ് ഇൻക്രീസസ്. അതായത് എൻജിൻ സ്പീഡ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഇൻടേക്ക് മാനിഫോൾഡിലെ ത്രോട്ടിൽ ബട്ടർഫ്ലൈ വാൽവ് നമ്മൾ തുറന്നു കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് എൻജിൻ മാനിഫോൾഡ് വേഗം അറ്റ്മോസ്ഫിയർ പോയിട്ട് എയറിനെ എൻജിനകത്തേക്ക് വലിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്ത് കുറയാൻ സാധ്യതയുണ്ട്? മാനിഫോൾഡ് വേഗം ലോ ആകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഈ PCV വാൽവിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാക്യൂമിൻ്റെ അളവ് കുറയുന്നു. ആ കുറയുന്നതുകൊണ്ട് തന്നെ ക്രാങ്ക് കേസിനകത്തു നിന്നും എൻജിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഞാനിവിടെ പറയുന്നത് ഇൻടേക്ക് മാനിഫോൾഡ് ഇൻക്രീസസ്, ദ സക്ഷൻ സ്ലോ ഡൗൺ, റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ബ്ലോ ബൈ ഗ്യാസ് റീസൈക്കിൾഡ് ടു ദ സിലിണ്ടേഴ്സ്. അതായത് എൻജിൻ സ്പീഡ് കൂടുന്തോറും മാനിഫോൾഡ് വാക്യൂം ലോ ആവുന്നു. ക്രാങ്ക് കേസിനകത്തുള്ള അൺബേൺഡ് ഗ്യാസിൻ്റെ വരവ് കുറയുകയും ചെയ്യുന്നു. ദിസ് ഈസ് ഗുഡ് ബിക്കോസ് ദ ബ്ലോ ബൈ ഗ്യാസസ് ആർ നോട്ട് നീഡഡ് വെൻ ദ എൻജിൻ സ്പീഡ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ എൻജിൻ സ്പീഡ് കൂടുന്തോറും നല്ലൊരു എയർ ഫ്യൂൽ റേഷ്യോ ആണ് വേണ്ടത്. അത് ക്രാങ്ക് കേസിനകത്ത് വരുന്ന അൺബേൺഡ് ഗ്യാസിനെയല്ല, നല്ലൊരു എയർ ഫ്യൂൽ റേഷ്യോ തന്നെ എൻജിനകത്തേക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ PCV വാൽവ് മാനിഫോൾഡ് വാക്വവും ക്രാങ്ക് കേസ് തമ്മിലുള്ള ബന്ധം ക്ലോസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട തിയറ്റിക്കലി നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സമയത്തും PCV വാൽവിന് നടുക്കായിട്ട് ഒരു ഒറിഫീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒറിഫീസിനകത്തുകൂടി, വളരെ ചെറിയൊരു ഒറിഫീസുണ്ട്, ഇതിനകത്തുകൂടി ക്രാങ്ക് കേസിനകത്ത് ഫ്യൂംസ് എൻട്രി കൂടുതലാകുകയാണെങ്കിൽ, പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒറിഫീസിൽ കൂടെ എൻജിൻ മാനിഫോൾഡിലേക്ക് വീണ്ടും വളരെ നേരിയ തോതിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എൻജിൻ ഹൈ സ്പീഡ് ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആ ഒരു വേരിയേഷൻ ഒന്നും അവിടെ അറിയുന്നേ ഇല്ല എന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ.
ഇനി എന്താണ് ഓക്സിജൻ സെൻസർ? നമ്മൾ നേരത്തെ എക്സോസിസ്റ്റിൽ പഠിച്ചാണ്, എന്തെങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കാം. An O2 sensor monitors unburned oxygen in the exhaust. So the engine അഥവാ ECM can adjust the air fuel ratio to maintain the lowest possible emissions and the best the fuel economy. അതായത് ഒരു OT സെൻസർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, എഞ്ചിനകത്തു നിന്ന് അൺബേൺഡ് ഗ്യാസുകൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അൺബേൺഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീൻസ് ഓക്സിജൻ്റെ അളവ് അൺബേൺഡ് ഗ്യാസ് അല്ല, ഓക്സിജൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഞ്ചിനകത്ത് കമ്പഷൻ ശരിയായ രീതിയിലാണ് നടക്കുന്നത്. അത് ഫ്യൂൽ വളരെ കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ഫ്യൂൽ കൊടുത്താൽ ഈ പോകുന്ന ഓക്സിജൻ്റെ അളവ് നമുക്ക് ശരിയായ രീതിയിലാക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് ECMലേക്ക് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ECM ഓൾറെഡി എയർ ഫ്യൂൽ റേഷ്യോയിൽ ഒരു വേരിയേഷൻ വരുന്നു. അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിലുള്ളൊരു കമ്പസ്റ്റൻ ലഭിക്കത്തക്ക രീതിയിലുള്ള എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റാക്കാൻ എഞ്ചിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എഞ്ചിന് നല്ല രീതിയിൽ കമ്പഷൻ നടക്കുന്നു, നല്ല രീതിയിലൊരു എക്സോസ്റ്റിംഗ് ലഭിക്കുന്നു. അതായത് എക്സോസ്റ്റിനകത്തുള്ള നോക്സിയസ് ഗ്യാസസിന് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ട് ഗ്യാസസിനെ കുറയ്ക്കാനായിട്ട് ഈ രീതി സഹായിക്കുന്നുണ്ട്. ഓക്സിജൻ സെൻസേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ എക്സോസ്റ്റ് സ്ട്രീം. There is at least one oxygen sensor located before the catalytic converter. In most cases, there are two sensors are in 4-cylinder engine. One is located in the exhaust manifold before the catalytic converter. The other is located after the catalytic converter in the normal രീതിയിൽ ഒരു ഓക്സിജൻ സെൻസറെങ്കിലും മിനിമം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചില വാഹനങ്ങളിൽ ഒരു 4-cylinder എഞ്ചിനാണെങ്കിൽ 2 ഓക്സിജൻ സെൻസർ കൊടുക്കാറുണ്ട്. ഒന്ന് കാറ്റലിറ്റിക് കൺവെർട്ടറിന് മുൻപിലായിട്ട് എക്സോസ്റ്റ് മാനിഫോൾഡും രണ്ടാമത്തത് എക്സോസ്റ്റ് ലൈനിലെ കാറ്റലിറ്റിക് കൺവെർട്ടറിന് ശേഷമായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഓക്സിജൻ സെൻസറിൻ്റെ സഹായത്താൽ എമിഷൻ എക്സോസ്റ്റ് ഗ്യാസിൽ കൂടി വരാവുന്ന എമിഷൻ കൺട്രോളിൻ്റെ നല്ലൊരു ഡിവൈസായിട്ടാണ് ഓക്സിജൻ സെൻസർ. ഇത് സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും ഓക്സിജൻ സെൻസറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ഡിവൈസാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറയുന്നത്. ദ കാറ്റലിറ്റിക് കൺവെർട്ടർ ഈസ് എ ഡിവൈസ് പ്ലേസ്ഡ് ഇൻ ദ എക്സോസ്റ്റ് പൈപ്പ് വിച്ച് കൺവേർട്ട് ഹൈഡ്രോകാർബൺസ്, carbon monoxide and nitrogen oxide into less harmful gases by using a combination of platinum, palladium and rhodium as catalytic. അതായത് കാറ്റലിറ്റിക് കൺവെർട്ടറിനകത്ത് കൊടുത്തിരിക്കുന്ന പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ റോഡിയം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ സഹായത്താൽ എഞ്ചിനകത്തുനിന്നും ഹാംഫുള്ളായിട്ട് പുറന്തള്ളപ്പെടുന്ന ഹൈഡ്രോ കാർബൺസിനെയും കാർബൺ മോണോക്സൈഡിനെയും നൈട്രജൻ ഓക്സൈഡിനെയും ഒക്കെ ഹാംഫുൾ അല്ലാത്ത ഗ്യാസസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡായിട്ടും വാട്ടറായിട്ടും എല്ലാമായിട്ടാണ് അത് പുറന്തള്ളപ്പെടുന്നത്. കാറ്റലിറ്റിക് കൺവെർട്ടർ അതിനെ കൺവെർട്ട് ചെയ്യുന്നു. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഉണ്ട്. ഒന്ന് 2-വേ കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറയും, വേറൊന്നിന് 3-വേ കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറയും. അതായത് കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറയുന്നത് നോക്സിയസ് ആയിട്ടുള്ള ഗ്യാസസിനെ കൺവെർട്ട് ചെയ്യുന്നതാണ്. അത് 2 വിധത്തിൽ കൺവെർട്ട് ചെയ്യാറുണ്ട്. ഒന്ന് 2-വേ കൺവെർട്ടറുണ്ട്, ഒന്ന് 3-വേ കൺവെർട്ടറുണ്ട്. A 2-way catalytic converter is designed to do only 2 main things. ഒരു സാധാരണ 2-way catalytic converter ആണ് വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഇത് one job is to oxidize the carbon monoxide to turn into carbon dioxide and the other job is oxidize the hydrocarbons അല്ലെങ്കിൽ unused unburned fuel and turn into കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. അതായത് ഒരു ജോലി എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡായിട്ട് വരുന്ന ഗ്യാസസിനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് കാർബൺ ഡയോക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നൊരു ജോലി എന്ന് പറയുന്നത് അൺബേൺഡായിട്ട് വരുന്ന ഹൈഡ്രോ കാർബൺസ് ഉണ്ടെങ്കിൽ അതിനെ കാർബൺ ഡയോക്സൈഡായിട്ടും വാട്ടറായിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കാർബണാണ്. അതിനെ കാർബൺ ഡയോക്സൈഡായിട്ടും വാട്ടറായിട്ടും കൺവേർട്ട് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ജോലിയാണ്. ഈ 3-വേ കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ അലോസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒരു ജോബ് കൂടി ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് നൈട്രജൻ ഓക്സൈഡ് ഇൻടു നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് ഹാംഫുള്ളായിട്ട് വരുന്ന നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിനെ അത് നൈട്രജനായിട്ടും ഓക്സിജനായിട്ടും കൺവേർട്ട് ചെയ്യുന്നു. കൂടാതെ അലോസ് ദ ഓക്സിഡേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻടു ലെസ് ഹാംഫുൾ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡായിട്ട് മാറ്റും. അലോസ് ദ ഹൈഡ്രോ കാർബൺസ് അൺബേൺഡ് ഗ്യാസസിന് അത് വീണ്ടും കാർബൺ ഡയോക്സൈഡായിട്ടും വാട്ടറായിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ 2-വേയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിന് കൂടാതെ അഡീഷണലായിട്ട് നൈട്രജൻ ഓക്സൈഡിനെ ഇവിടെ നൈട്രജനായിട്ടും ഓക്സിജനായിട്ടും 3-വേ കാറ്റലിറ്റിക് കൺവെർട്ടറാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എയർ ഇഞ്ചക്ഷൻ, ക്രാങ്കേജ് വെന്റിലേഷൻ സിസ്റ്റം, ഓക്സിജൻ സെൻസർ, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്നിവയെ പറ്റി നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഇനി ബാലൻസ് ടോപ്പിക്കുകളായ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം തൊട്ടുള്ള ബാക്കിയുള്ളവ അടുത്ത ക്ലാസ്സിൽ വിശദമായി മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.